ശ്രീജിത്ത് പണിക്കർ എങ്ങനെ കാണുന്നു ഇപ്പോൾ റെജി ലൂക്കോസിന്റെ ഈ ഒറ്റച്ചാട്ടത്തിന് ബി.ജെ.പിയിലേക്കുള്ള പോക്കിനെ? പാർട്ടി തള്ളിക്കളയുകയാണ്, പാർട്ടിക്ക് ഒരു ബന്ധവും ഇദ്ദേഹവുമായി ഇല്ല എന്നാണ്. പക്ഷേ ഇത്രയും വർഷങ്ങൾ പാർട്ടിക്ക് വേണ്ടി വാദിച്ച ഒരാളെ ഒരിക്കലും അത് പാർട്ടിക്കാരനല്ല എന്ന രീതിയിൽ മാറ്റി നിർത്തിയിട്ടില്ല. CPM-ന്റെ ഔദ്യോഗിക പരിപാടികളിൽ ക്ഷണിതാവായിട്ട് വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹം തന്നെ അവകാശപ്പെട്ടിരുന്നത് 2021-ൽ കടുത്തുരുത്തി ഏരിയ സമ്മേളനത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് ജില്ലാ സമ്മേളന പ്രതിനിധിയായിട്ട് പോയിട്ടുള്ള ആളാണ് എന്നൊക്കെയാണ്. ഇതൊക്കെ പാർട്ടി ഇപ്പോൾ മാറ്റി പറയുന്നുമുണ്ട്. ശ്രീജിത്ത്, മഞ്ജുഷ്, നമ്മൾ എല്ലായ്പ്പോഴും പറയുന്നൊരു കാര്യമാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് അവസരങ്ങളുടെ കലയാണ് എന്ന്. സത്യത്തിൽ രാഷ്ട്രീയം എന്നത് അവസരവാദത്തിൻ്റെ കലയാണ് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രത്യക്ഷ രാഷ്ട്രീയം നമ്മളോട് പറയുന്നത്. ഇത് പൂർണ്ണമായിട്ടും രാഷ്ട്രീയ അവസരവാദം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. കാരണം ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു ആശയത്തിൻ്റെ പുറത്തുണ്ടായിരിക്കുന്ന ഒരു ഐഡിയോളജിക്കൽ ഷിഫ്റ്റ് എന്നോ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട നിലപാടുമായി ബന്ധപ്പെട്ട് ഒരു വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പുറത്തുണ്ടാകുന്ന ഒരു വിവാദത്തിൻ്റെ പുറത്ത് എന്നോ ഒന്നും തന്നെ പറയാനായിട്ട് കഴിയുന്നതല്ല. ഏതാണ്ട് 2 ദിവസം മുമ്പ് വരെ പാർട്ടിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഘോരഘോരം ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് സംസാരിച്ചയാളാണ്. പിണറായി വിജയൻ 3ാം തവണയും ഭരണ തുടർച്ച നേടും എന്ന തരത്തിലുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് രാഷ്ട്രീയ അവസരവാദമല്ലാതെ പെട്ടെന്ന് എങ്ങനെയാണ് അദ്ദേഹം ഇത്രയും കാലം എതിർത്തുകൊണ്ടിരുന്ന, അദ്ദേഹം ഇത്രയും കാലം എന്തൊക്കെ രീതിയിൽ മാന്യമായിട്ടാണ് പൊതുവെ അദ്ദേഹം സംസാരിക്കുക. അപ്പോൾ മാന്യമായിട്ടാണെങ്കിലും അദ്ദേഹം അധിക്ഷേപിച്ചിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് അദ്ദേഹത്തിന് പോകാനായിട്ടുള്ള മതിയായ കാരണങ്ങൾ എങ്ങനെയാണ് ഉടലെടുത്തത് എന്നതിനെക്കുറിച്ച് സത്യത്തിൽ എനിക്കറിയില്ല. കാരണം അങ്ങനെ ആയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു ബ്രേക്ക് എടുക്കുന്നതായിട്ടോ ഒരു ബഫർ പീരീഡ് അദ്ദേഹം മറ്റൊരു ഐഡിയോളജിയിലേക്ക് പോകുന്നതിന് മുമ്പ് എടുക്കുന്നതായിട്ടോ ഒന്നും കണ്ടില്ല. 2 ദിവസത്തിന് മുമ്പും അദ്ദേഹം ചാനൽ ചർച്ചയിൽ ഘോരഘോരം അദ്ദേഹം ഏത് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണോ പ്രവർത്തിക്കുന്നത് അവിടെ തന്നെ പങ്കെടുത്തയാളാണ്. കഴിഞ്ഞ ആഴ്ചയും എനിക്ക് തോന്നുന്നു മഞ്ജുഷ്, നമ്മളെല്ലാവരും കൂടി ചർച്ചകളിലൊക്കെ തന്നെ പങ്കെടുത്തതാണ്. അപ്പോൾ അതിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ സാധാരണ ഒരു രാഷ്ട്രീയ നേതാവിന് ഉണ്ടാകുന്ന ഒരു ഷിഫ്റ്റ് ഉണ്ടല്ലോ, ഒരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ്, അങ്ങനെ ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള ഷിഫ്റ്റും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് കാണുന്നില്ല. തന്നെയല്ല, അദ്ദേഹം തന്നെ പറയുന്നത് 10-35 വർഷമായിട്ട് അദ്ദേഹം പാർട്ടിയുടെ ആളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പാർട്ടിയുടെ അംഗമല്ല എന്ന് പാർട്ടി പറയുമ്പോഴും CPM-ൻ്റെ തന്നെ ആളാണ് എന്നും അംഗത്വമുള്ള ആളാണ് എന്ന മട്ടിലുമാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പിന്നെ ഇങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഉണർന്നെണീറ്റ ഉടനെ തന്നെ ഇതുവരെ സ്വീകരിച്ചിരുന്ന 3.5 പതിറ്റാണ്ട് സ്വീകരിച്ചിരുന്ന ആശയത്തിനെയൊക്കെ തന്നെ വിഴുങ്ങിയതിന് ശേഷം ഇതുവരെ എതിർത്തിരുന്ന ആശയത്തിനെ പുൽകാനായിട്ട് ഒരാൾക്ക് എങ്ങനെയാണ് സാധിക്കുക എന്നതൊക്കെ തന്നെ ഈ അടുത്ത കാലത്ത് തന്നെയുള്ള ചില രാഷ്ട്രീയ പ്രവർത്തകരുടെ ഷിഫ്റ്റ് ഉണ്ടായപ്പോൾ നമ്മളൊക്കെ തന്നെ വളരെ കാര്യമായിട്ട് ചർച്ച ചെയ്തിരുന്ന ഒരു കാര്യമാണെന്ന് താങ്കൾ ഓർക്കുന്നുണ്ടാകും. അപ്പോൾ അത്ര എളുപ്പമാണ് ഈ ആൾക്കാർക്കൊക്കെ ഒരു നിലപാട് സ്വീകരിക്കുക, എന്നിട്ട് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുക, പക്ഷേ പെട്ടെന്ന് ഒരു ഷിഫ്റ്റ് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് അത്രത്തോളം എളുപ്പമാണ് ഈ രാഷ്ട്രീയക്കാർക്ക് എന്നുള്ളതാണ് ഇതിന്റെ ഇതിനകത്ത് ബി.ജെ.പിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരാളെ സ്വീകരിക്കുന്നത് അത് ബി.ജെ.പിക്ക് ബാധ്യതയാകുമോ താങ്കളുടെ ഒരു വിലയിരുത്തലിൽ? അല്ല, CPM-ന് ഏതെങ്കിലും സമയത്ത് അദ്ദേഹം ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. റെജി ലൂക്കോസ് CPM-നെ പിന്താങ്ങിക്കൊണ്ടാണ് ചർച്ചകളിൽ പങ്കെടുക്കുന്നത് എങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു ചർച്ച കൊണ്ട് CPM-ന് എന്തെങ്കിലും തരത്തിലുള്ള ഗുണമുണ്ടായതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. മറിച്ച് എല്ലായ്പ്പോഴും പാർട്ടിയെ പ്രതിരോധത്തിൽ നിന്ന് കൂടുതൽ പ്രതിരോധത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ചർച്ചകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തന്നെ പലപ്പോഴും റെജി ലൂക്കോസിനെ പോലെയുള്ള ആൾക്കാരൊക്കെ തന്നെ ചർച്ചകളിൽ പങ്കെടുക്കുന്ന എപ്പോഴാണ് CPM-ന് വളരെ വലിയ പ്രതിരോധം നേരിടേണ്ടി വരുന്ന ഒരു സമയത്താണ്. അതുകൊണ്ട് തന്നെ CPM-ന്റെ ഔദ്യോഗിക വക്താക്കളൊന്നും തന്നെ പലപ്പോഴും ചർച്ചകളിൽ പങ്കെടുക്കാതിരിക്കുന്ന സമയത്തൊക്കെയാണ് റെജി ലൂക്കോസും അല്ലെങ്കിൽ അങ്ങനെയുള്ള പല ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള ഇടതുപക്ഷ സഹയാത്രികളായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്നത്. ആ സമയത്തൊക്കെ തന്നെ ഓൾറെഡി ഡിഫൻസിലിരിക്കുന്ന ഒരു പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലേക്ക് കൊണ്ടുപോവുക എന്നതിനപ്പുറത്തേക്ക് ഒരു അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു പൊസിഷനൊക്കെ സൃഷ്ടിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. അപ്പോൾ അങ്ങനെയുള്ള ട്രാക്ക് റെക്കോർഡുള്ള ഒരു വ്യക്തിക്ക് BJP പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിലേക്ക് പോയിട്ട് അതേ റോളിൽ എത്ര കണ്ട് ശോഭിക്കാൻ കഴിയും എന്നതും എനിക്കറിയില്ല. കാരണം സ്വാഭാവികമായിട്ടും അദ്ദേഹം അങ്ങനെ ഒരു റോളിലേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹം സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഇത്രയും കാലം പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിനെതിരെ നിൽക്കുന്നതാണ്. വളരെ കൗതുകകരമാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജൊക്കെ നമ്മളൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഈ അടുത്ത 2 മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഫേസ്ബുക്കിൽ BJP വിരുദ്ധമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പോസ്റ്റ് ചെയ്തത് എന്ന് ആലോചിച്ച് നോക്കുക. ഇന്ത്യയിൽ 24 കോടി ജനം പട്ടിണിയിൽ കഴിയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയുടെ ചിത്രം വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നത്. അതേ വ്യക്തി തന്നെ ഇന്ന് പറയുന്നത് എന്താണ്? താൻ ഇന്ത്യയിലെ പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലൊക്കെ തന്നെ വളരെ കൂടുതൽ യാത്ര ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ വികസനവും ജനോപകാരപ്രദവുമായിട്ടുള്ള പദ്ധതികളെല്ലാം കൊണ്ടുവരുന്നത് BJP സർക്കാരാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി എന്നാണ്. ഏത് സമയത്താണ്? മിനിഞ്ഞാത്തെ ചർച്ച കഴിഞ്ഞിട്ട് ഇന്നലെയാണോ അദ്ദേഹം വടക്കേ ഇന്ത്യയിൽ യാത്ര ചെയ്തതെന്ന് എനിക്കറിയില്ല.
കാരണം അതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ ബോധ്യമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെ തന്നെ മറ്റു പല ആൾക്കാരെക്കുറിച്ച് അദ്ദേഹം കമൻറ്റുകൾ പാസ്സാക്കിയിരിക്കുന്നത് നോക്കണം. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ മഞ്ജുഷിനറിയാം, നാഷണൽ മീഡിയയിൽ റിപ്പബ്ലിക് ടിവിയുടെ അർണബ് ഗോസ്വാമിക്കും ആ ചാനലിനും ഒരു വ്യതിയാനം ഉണ്ടായിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ചയിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു പോസ്റ്റ് ഏറ്റവും റീസെൻ്റ് ആണല്ലോ. BJPയുടെ ചാവേറിനെ പോലെ തൻ്റെ റിപ്പബ്ലിക്കൻ ചാനലിലൂടെ സ്തുതി പാടിയിരുന്ന അർണബ് ഗോസ്വാമിയുടെ പൊടുന്നനെയുള്ള മനംമാറ്റം സത്യസന്ധമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇതേ ചോദ്യം റെജി ലൂക്കോസിനോട് ഈ പാർട്ടിയുടെ പേരും മറ്റു കാര്യങ്ങളും മാറ്റിയതിനു ശേഷം റെജി ലൂക്കോസിന്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അദ്ദേഹത്തിന് പറയാനുള്ളത്? കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.